Good morning, everyone. Happy birthday to me. ഇന്നിവിടെ സിവിയർ വെതർ കണ്ടീഷനാണ്. ഫ്രീസിങ് റെയിൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് 10-20 സെൻറ്റിമീറ്റർ വരെ ഭയങ്കരമായ ഫ്രീസിങ് റെയിനൊക്കെ ഉണ്ടാവും. മഞ്ഞിനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഇങ്ങനെ ഫ്രീസിങ് റെയിനാണ്. അതായത് മഴയായി പെയ്യുന്നത് ഐസായിരിക്കും. അപ്പോൾ ഇന്നിവിടെ പവറൊന്നുമില്ല. ഞങ്ങൾക്കിവിടെ പവറില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. കറണ്ടില്ല, ചുടുവെള്ളമില്ല, കുക്ക് ചെയ്യാൻ പറ്റില്ല, വൈഫൈ ഇല്ല, ഒന്നുമില്ല. ഇന്ന് നമ്മൾ എമ്പുരാനും കൂടെ കാണാൻ പോകുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. കണ്ടീഷൻ വളരെ മോശമാണ്. രാത്രി എപ്പോഴും കറണ്ട് പോയിട്ടുണ്ട്. റൂമൊക്കെ തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ മൊത്തം പണിയാവും. ഞങ്ങൾ വേഗം പോയി റെഡി ആവട്ടെ. പുറത്തൊന്നും ഒരു മനുഷ്യക്കുഞ്ഞിനൊന്നും കാണാനില്ല. ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ എന്നറിയില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് ഈ ടൗണിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ 8:30 ഇറങ്ങിയതാണ്. കാറിലുള്ള ഐസ് മാറ്റി കാറൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു അരമണിക്കൂറായി. അതിനുശേഷം ടിമോട്ടൻസിൽ പോയി. കടയൊന്നും തുറന്നിട്ടില്ല. പിന്നെ ഡ്രൈവ് ത്രൂവിൽ മാത്രം കൂടെ പോയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു കാഫിയും ഒരു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. പിന്നെ അവിടെ നിന്നൊന്നും കഴിക്കാൻ നിന്നില്ല. ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾക്ക് അവിടെ സബ്വേ ഉണ്ടായിരുന്നു. അവിടെ കയറി നോക്കിയതാണ്, കണ്ടില്ല. അപ്പം പിന്നെ എന്തായാലും ഇപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളിവിടെ സിറ്റിയിൽ എത്തിയിട്ട് ശരവൺ ഭവനിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് തന്നെയാണല്ലേ പോകുന്നത് അല്ലേ? പിന്നെ എങ്ങോട്ടാ? സർപ്രൈസ്. സോ വാട്ട് എവർ. നമ്മൾ ഇന്നത്തെ വെതർ ഒരു രീതിയിലും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത്രയും മോശമായൊരു കാലാവസ്ഥയാണ്. ഇന്നലെ മുതൽ തന്നെ എൻ്റെ വർക്ക് ഗ്രൂപ്പിലൊക്കെ ചാറ്റൊക്കെ കണ്ടിരുന്നു. ഭയങ്കര എമർജൻസി സിറ്റുവേഷനാണ്. പൈപ്പൊക്കെ എപ്പോഴും റൺ ചെയ്യിപ്പിക്കണം, ഫ്രോസൺ ആവാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ ബാഡാണോ എന്ന്. ഞാനും ഇതൊക്കെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ ഫ്രീസിങ് റെയിൻ ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ കാറിൻ്റെ മുകളിൽ ഐസ് ഇത്രയും പാകത്തിന് കിടക്കുവാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് എടുക്കാൻ, കാറൊന്ന് തുറന്ന് നമ്മൾ ഇത്രയും അത്ര ഉണ്ട്. അപ്പൊ അത്രയും അപ്പൊ നല്ല ഐസ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഒന്ന് ടൗണിൽ നിന്ന് പുറത്തൊക്കെ കിടക്കുമ്പോഴേക്കും നമുക്ക് ഗ്യാസ്, അതായത് ഫ്യൂവല്, നാട്ടിലാണ് നമ്മൾ പെട്രോൾ എന്ന് പറയും, ഇവിടെ ഗ്യാസ് എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 63 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നമുക്കൊരു തുറന്നു വെച്ചിരിക്കുന്ന ഒരു പെട്രോൾ പമ്പ് കണ്ടത്. അങ്ങനെ പെട്രോൾ പമ്പൊന്നും ഇവിടെ ക്ലോസ് ചെയ്യാത്തതാണ്. പക്ഷെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടും ഗ്യാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും പെട്രോൾ ഇല്ലാത്തതുകൊണ്ടും പല സ്റ്റോറുകളും ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വിട്ടുപിടിച്ചു. എന്നിട്ടൊരു പെട്രോൾ സ്റ്റേഷനിൽ കയറിയിട്ട് പെട്രോൾ അടിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വെതർ ഒട്ടും അനുയോജ്യമല്ല. പക്ഷേ ഇന്ന് ബർത്ത്ഡേ ആണ്. ഇന്നാണ് നമ്മൾ എമ്പുരാനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ ഒരു രീതിയിൽ അത് മിസ് ചെയ്യാൻ എന്തായാലും പോകുന്നില്ല. ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു 3 മണിക്കാണ് ഷോ. പക്ഷെ നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് തണുത്തു തുടങ്ങി. ഇന്നലെ രാത്രി എപ്പോഴോ കറണ്ട് പോയിട്ടുണ്ട്, ഹീറ്റർ ഓഫായി. അപ്പോൾ ഹീറ്റർ ഇല്ലെങ്കിൽ വീട്ടിനകത്ത് ഇരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എണീറ്റ പാടെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല, കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ ഒക്കെ എല്ലാം കറണ്ടിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ രാവിലെ നേരത്തെ തന്നെ പുറത്തോട്ട് ഇറങ്ങി. ഇപ്പം എവിടെയോ ഒരു കാട്ടിൽ നിൽക്കുന്നു. ഇവിടെ കാനഡയുടെ പ്രത്യേകത സിറ്റി മാത്രമല്ല, ഇതുപോലുള്ള കൺട്രി സൈഡുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെറും തരിശു ഭൂമിയാണ് ഇത്. തരിശു ഭൂമി. അതൊക്കെ മഞ്ഞത്ത് മഞ്ഞ് മൂടി തരിശു ഭൂമിയായിട്ടിരിക്കും. സമ്മർ ആവുമ്പോ ഇവര് എന്തെങ്കിലും വെച്ചുപിടിപ്പിക്കും. ഇതിലെന്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക? സോയാബീനോ എന്തോ ഒരു കുറ്റിച്ചെടി കാണാറുണ്ട്. അതുകൊണ്ട് ഒരു കുതിര അവിടെ നിൽക്കുന്നത്, കുറ്റിച്ചെടി പോലെയൊക്കെ എന്തോ ഒരു സാധനം വെച്ചുപിടിപ്പിക്കുന്ന കാണാം. അങ്ങനെ അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വീടുകളെയൊക്കെയാണ് ഇവിടെ ഫാം ഹൗസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പല വർഷങ്ങൾക്ക് മുമ്പ്, 100-200 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ കുടിയേറി വന്ന
കുറേ ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. സോ കാനഡ ഈസ് ബേസിക്കലി ആ ഇമിഗ്രൻ്റ് കൺട്രി. നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ കോവിഡിന് ശേഷം നമ്മളിപ്പോൾ കുറേ ഇന്ത്യക്കാർ ഇങ്ങോട്ട് പലായനം ചെയ്ത പോലെ 100-200 വർഷങ്ങൾക്ക് മുമ്പ് മഹായുദ്ധമൊക്കെ കഴിഞ്ഞ് അവിടെ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ കാരണം അവിടുന്ന് ഇങ്ങനെ ലോകമഹായുദ്ധമൊക്കെ കഴിഞ്ഞ് ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ കാരണം ഇതുപോലെ കപ്പൽ വഴിയൊക്കെ ഇങ്ങോട്ട് കാനഡയിലേക്ക് വന്നു. കാനഡ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു എന്താ പറയാ അങ്ങനെയല്ല, മാസ് ഓഫ് ലാൻഡ്, അതായത് ഒരുപാട് നിലമുണ്ടല്ലോ ഇവിടെ, പക്ഷെ അതിനനുസരിച്ച് ആൾക്കാരും ഇല്ല താമസിക്കാൻ. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ വന്നിട്ട് കൃഷി ചെയ്തിട്ടാണെങ്കിലും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല വർഷങ്ങൾക്ക് 1800-കളിലൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തതാണ്. ഇപ്പം ഇവിടെ ഏതൊരു ആൾക്കാരെയും ഞാൻ ഈ കഴിഞ്ഞ 2.5 years പല ഭാഗത്ത് ജോലി ചെയ്തിട്ടും പല ആൾക്കാരെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചില താല്പര്യമുള്ളതുകൊണ്ടും ഹിസ്റ്ററിയൊക്കെ താല്പര്യമുള്ളതുകൊണ്ടും അവരോട് സംസാരിച്ച് ഞാൻ ചോദിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ DNA ടെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോർട്ടിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ DNA ടെസ്റ്റ് എടുക്കുള്ളൂ. പക്ഷെ ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും DNA ടെസ്റ്റ് എടുക്കാറുണ്ട്. അപ്പോൾ അവർ തന്നെ കണ്ടുപിടിക്കുന്നു ഐ എം ഹാഫ് ഇംഗ്ലീഷ്, ഒരു ചെറിയ പെർസെൻറ്റേജ് എനിക്ക് സ്കോട്ടിഷ് ഉണ്ട്, ഞാനൊരു ചെറിയ പെർസെൻറ്റേജ് ഒരു ഫ്രഞ്ച് ആണ് എന്നൊക്കെ പറയും. അത്ഭുതമാണ് എനിക്കിതൊക്കെ. അതായത് അവരുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ പല നാട്ടിൽ നിന്നും പല ആൾക്കാരും ഇങ്ങോട്ട് വന്ന് പല രീതിയിൽ പല ആൾക്കാർ തമ്മിൽ മാരി ചെയ്ത് അങ്ങനെയൊക്കെ വരും. അതായത് അവർ പറയും എൻ്റെ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഈസ് പോർച്ചുഗീസ്, മൈ പെറ്റേണൽ ഗ്രാൻഡ് മദർ ഈസ് ഫ്രഞ്ച്, അമ്മയുടെ സൈഡ് സ്കോട്ടിഷ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അതായത് ഇവിടെ കാണുന്ന ഒരാൾക്കാരും കനേഡിയൻസ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എമിഗ്രൻ്റ് ആണ്. 100-200-300 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് വന്ന ആൾക്കാർ. ഞാൻ ഇപ്പോൾ ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ എനിക്കിവിടെ മക്കളുണ്ടാകുകയാണെങ്കിൽ അവരായിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് ജനറേഷൻ. അതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് ഒരു സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ ഒക്കെ ആയുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകൾ വൈവിധ്യമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ഇവിടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പല ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇസ് സോ ഡൈവേഴ്സ്. ഓറഞ്ച് മുടി, ബ്ലോണ്ടിൽ തന്നെ പല വ്യത്യാസമുള്ള മുടി. ഇറ്റാലിയൻസിന് വേറൊരു തരത്തിലുള്ള ബ്ലോണ്ട് ഹെയർ ആണ്. ചൈനീസുകാരുണ്ട്, ഫിലിപ്പീൻസും ഉണ്ട്, ഇവിടെ തായ്ലാൻഡിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ പറയില്ല, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ എൻ്റെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് പോലെയല്ല ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിനെ കാണുന്ന പോലെ, അങ്ങനെയൊക്കെ. അപ്പം ഇതൊക്കെ നിങ്ങളോട് എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. ഇങ്ങനെയൊക്കെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവാം. വോട്ടെവർ. ഇപ്പം നമ്മളിങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ ഇഡ്ഡലി കഴിച്ചിട്ട് ഒരുപാട് നാളായി. ദോശ എന്നും ഉണ്ടാക്കും, എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇഡ്ഡലി കഴിച്ചിട്ട് കുറേ നാളായി കേട്ടോ. അപ്പോൾ എനിക്ക് ഇഡ്ഡലി കഴിക്കണമെന്ന് ഭയങ്കര ആശയമുണ്ട്. ഇവിടെ ടൊറൻറ്റോയിൽ ഒരു ശരവണ ഭവൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തായാലും പോയി നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് ഇപ്പോഴും ഇവിടെ ഫ്രീസിങ് റെയിനിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. അതായത് മരങ്ങളൊക്കെ ഇങ്ങനെ ഫ്രോസൺ ആയിട്ടിരിക്കുന്നതായിരുന്നു ഇത്രയും ദൂരം വരെ കണ്ടത്. സോ വാട്ടെവർ. ഇനി ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണാം. ഞങ്ങൾ ശരവണ ഭവനിലെത്തി. വടയാണോ? താങ്ക് യു. ഇന്നിവിടെ സ്പെഷ്യൽ ബൊഫേ ഒക്കെയാണ്. ഞാൻ ഇന്ന് ഇഡ്ഡലി കഴിക്കാമെന്ന് പറഞ്ഞാൽ വന്നത്, പക്ഷേ ഇഡ്ഡലി ഇല്ല. പക്ഷെ അതിന് പകരം ഐ ഹാവ് എ മാസിവ് ബ്രേക്ക്ഫാസ്റ്റ് മീൽ. ഇത് പനീർ റൈസോ അങ്ങനെ എന്തോ ആണ്. ഇതൊരു മസാല കറി, കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് സാമ്പാർ സാദം, പൊടി ഇഡലി. ദിസ് ഇസ് സം കൈൻഡ് ഓഫ് ഉപ്മാവ് എനിക്ക് സൈഡിൽ നിന്ന് തന്നു. ഇതെന്തോ ഒരു തോരനാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് കയ്പ്പയ്ക്ക വറ്റലാണ്. ഇത് മസാല, ഇത് വട, ഇത് ദോശ, സാമ്പാർ, വീണ്ടും എന്തൊരു കറിയാണ് എനിക്ക് അറിയില്ല. ഇത് പുളിയോദരി സാദം. ദിസ് ഇസ് ഉപ്മാവ്, ദിസ് ഇസ് പൊങ്കൽ, ഇത് കേസരി. ഇതൊന്നും കൂടാതെ ഇവിടെ റൈസും വേറെ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ട്. അതൊന്നും എടുത്തില്ല. അപ്പോൾ എന്തായാലും കഴിച്ച് കഴിയട്ടെ, എന്നിട്ട് വയറിൻ്റെ ഗ്യാപ്പ് അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ഞാൻ പതുക്കെ കഴിച്ച് തുടങ്ങട്ടെ. ഓക്കെ, ഓക്കെ. സ്റ്റാർട്ടിങ് വിത്ത് സം ദോശ. ഇത് കോയിൻ ദോശ പോലെ ഉണ്ട്.
കുറച്ച് ഹാർഡാണ്. എന്തോന്നടേ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. കഴിച്ച് നോക്കാം. I'll have one. Thanks. Thank you. Can I have one more vada? Yeah, sure. പൂരി മസാല നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ല കിടലൻ കേസരി ഏതാണെന്നറിയോ? പോത്തീസിൽ ഈവനിങ് ടൈം ഒരു കേസരി കൊടുക്കുന്നൊക്കെ ഒരു അടിപൊളി കേസരി. ഇത് ഉപ്മാവ്. അടിപൊളി. കുഞ്ഞുനാളിലൊന്നും ഉപ്മാവ് ഞാൻ കഴിക്കില്ലായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് ഇഷ്ടമാകാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണത്തിനും ഒരു വിശേഷ ദിവസങ്ങളിലൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിച്ച് എനിക്കതൊരു നൊക്ലാച്ചിയാണ് ഇപ്പോൾ. ഇഡലി ഇല്ല, ബട്ട് പൊടി ഇഡലി ഉണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ ആംബിയൻസ് തന്നെ മാറി കേട്ടോ. നാട്ടിൽ പോലെ ഉണ്ട്. ബഹളം, ആൾക്കാർ, സ്റ്റീൽ പാത്രത്തിൽ ഭക്ഷണം. ഇഡലി കൊള്ളാം, സാമ്പാർ സാദം. ഞാൻ കോയമ്പത്തൂർ കുറച്ച് നാൾ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇന്നും മെനുവിൽ ഒരായിട്ട് വരുന്ന സാമ്പാർ സാദം, പുളി സാദം, തൈര് സാദം, പുതിന സാദം, അങ്ങനെയൊക്കെ ഇതൊക്കെ കഴിക്കുമ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വരുന്നു. ദിസ് ഇസ് പനീർ റൈസ്. പനീർ റൈസിൻ്റെ കൂടെ ഞാൻ കുറച്ച് മസാല കറി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. എനിക്ക് മസാല ഇഷ്ടപ്പെട്ടു. What kind of dosa? We have 4 types of dosa: plain, butter, podi, and ghee. Ghee dosa. Thanks. So one butter, one ghee, right? Yeah, that's right. ഇവിടെ പൊങ്കലുണ്ട്. അതൊക്കെ പൊങ്കൽ കഴിക്കുമോ? പൊങ്കൽ ഞാൻ ആദ്യം കഴിച്ചില്ല. എപ്പോഴോ കുഞ്ഞുനാളിൽ എപ്പോഴോ ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ ഒന്ന് ട്രാവൽ ചെയ്തപ്പം ഡാഡി വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചതാണ്. എനിക്ക് അങ്ങനെ കഴിച്ച ഓർമ്മയില്ല. കൊള്ളാം. എൻ്റെ പൊന്നെ, ഇതൊക്കെ വല്ലാത്ത ഫീലാണോ. മസാല കറിയാണ്, നന്നായിട്ടുണ്ട്. അതാ മറ്റേ പനീർ റൈസ് ഇല്ലേ, അതിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ട്. Filter coffee, do you guys have? Yeah, filter coffee. Regular sugar, that's fine. I'm sorry? It's not included in the buffet. Is that okay? Yeah, that's fine. Okay, thanks. നമ്മുടെ ഫിൽറ്റർ കോഫി കുടിക്കാം. ഫുഡൊക്കെ കാണാൻ ഭയങ്കര ആർത്തി തോന്നും. പക്ഷെ അത്രയും കഴിച്ചു തീർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദോശയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കണം. ദോശ സെപ്പറേറ്റ് ആണോ? സെപ്പറേറ്റ് പേ ആണോ? ഗീ.
താങ്ക് യു. തക്കു എനിക്കും കൂടെ സാമ്പാർ. പിന്നെ എൻ്റെ നെയ്ദോശ വന്നു. ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിച്ചു തീർക്കും? ഒരുപാട് സാധനമുണ്ട്. അത് മസാലയിൽ കുട്ടി കഴിക്കാൻ പറ്റും. പിന്നെ ദോശ വന്നു, വീണ്ടും ഒരു വട വന്നു, പിന്നെ കേസരി വന്നു. അങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേ. പക്ഷെ എന്നെ കൊണ്ട് പ്ലേറ്റിലുള്ളത് അടക്കം മുഴുവനായിട്ട് കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മൾ അങ്ങനെ 3-4 നേരമൊന്നും അങ്ങനെ കഴിക്കാറൊന്നും ഇല്ല. അതും കഴിക്കുന്നതും വളരെ ക്വാണ്ടിറ്റി കുറച്ചാണ്. അതുമാത്രമല്ല, അതുപോലെ സ്പൈസ് ടോളറൻസും വളരെ വളരെ കുറവാണ്. ഇപ്പൊ നാട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ എരിവും പുളിയും അങ്ങനെ അല്ലല്ലോ ഇപ്പൊ നമ്മളിപ്പോ സ്ഥിരം ഇവിടെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനെ എരിവുള്ള ഭക്ഷണമൊന്നും അധികം കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാട്ടിലേക്ക് വന്ന ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കണമെന്ന്. പക്ഷെ അതൊക്കെ കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഇവിടെ എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുന്ന എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ആൻഡ് ഒബ്വിയസ്ലി രാഹുൽ തന്നെയാണ് ആദ്യം കഴിച്ചു കഴിഞ്ഞ് എണീറ്റ് പോയത്. ഞാനിങ്ങനെ കുത്തി നിറകെ ഇങ്ങനെ ഇരുന്ന് കിടന്ന് കഷ്ടപ്പെടുവാണ്. അതിനിടയില് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള മാനേജറും അവിടെയുള്ള സ്റ്റാഫും ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വന്ന് നമ്മളോട് സംസാരിച്ചിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് പ്രൊഫൈലും ഒക്കെ അവർ ചോദിച്ചിട്ട് പോയി. അതുകൂടാതെ രാഹുലിന് പരിചയമുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇന്ന് റെസ്റ്റോറൻറ്റിനകത്ത് ശരവണ ഭവനിൽ ഡൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരും നമ്മളെ പോലെ 3:30-ക്കുള്ള എമ്പുരാൻ ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരോടും കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. നമ്മള് ആ ഹോൾ റെസ്റ്റോറന്റ് വേണമെങ്കിൽ ഒരു ന്യൂസൻസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങളൊക്കെ. അതായത് ഇപ്പൊ നമ്മൾ ഈ ചെറിയ ടൗണിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരെ കാണാൻ പറ്റി. എല്ലാവരോടും വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റി. This is the best birthday brunch. Super. I love it. കാപ്പി വേണോ? തരില്ല. അയ്യോ, നീ പ്രാകരുത് കേട്ടോ. ഞാൻ എന്നോട് ചോദിച്ചു, ഇനി ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്തു? എന്താണ് കഴിക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒക്കെ എടുത്തോണ്ട് പോകും. എനിക്ക് ഇഷ്ടമല്ല. എന്റെ വട പോയി, എന്റെ കേസരി പോയി. അയ്യോ, നമ്മള് ഒരു ഹൈവേന്ന് മറ്റൊരു ഹൈവേയിലേക്ക് കേറുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഈ 2 ലൈൻ ഒരു ലൈനാണ്. ഈ ഒരു ലൈൻ പോയി അവിടുത്തെ ലൈനിൽ ജോയിൻ ചെയ്യും. ഈ ഹൈവേയിൽ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിന്റെ സൈഡ് എനിക്ക് ഇഷ്ടമല്ല. അപ്പുറം മൊത്തം ബ്ലോക്കാണ്. അതെന്തായാലും നന്നായി. എപ്പോഴും 401 മെർജ് ചെയ്യണ റോഡുകൾ ബ്ലോക്ക് ആയിരിക്കും. കാരണം 401 ആണ് ഏറ്റവും ബിസി റൂട്ട്. ഇവിടെ എല്ലാവരും ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ജാക്കറ്റ് ഒന്നും ഇടാതെ ഇങ്ങനെ ഷോ കാണിച്ച് നടക്കണം. ജസ്റ്റ് ബിക്കോസ് ഇവിടുത്തെ തണുപ്പ് നമുക്ക് തണുപ്പായി തോന്നുന്നില്ല. ഇപ്പം എത്ര ടെമ്പറേച്ചർ അറിയില്ല, ബട്ട് ഇറ്റ്സ് സോ നൈസ്. Thank you.
listening to this, come back. Save your land. Save God's own country. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. തീ എന്ന് വെച്ചാൽ തീ മലയാളത്തിൽ ഇതുപോലൊരു ഡയറക്ഷനും ഇങ്ങനൊരു സിനിമാറ്റോഗ്രഫിയും പറയാതിരിക്കാൻ വയ്യ. ലാലേട്ടനെ ആ സ്ക്രീനിൽ അങ്ങ് നിറഞ്ഞു നിന്ന് കാണുക. സോ അമേസിങ്. തക്കു രണ്ടു വാക്ക് പറഞ്ഞിട്ടോ. രണ്ടു വാക്ക് സിനിമ കഴിഞ്ഞിട്ട് പറയാം. ആ സാധനം ചെയ്യാറ്. നോ സ്പോയിലേഴ്സ്. പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റും. ഞാൻ ഈ കുഞ്ഞുനാൾ മുതൽ ഓരോ ഹോളിവുഡിലെ ആക്ഷൻ പടങ്ങളൊക്കെ കണ്ടിട്ടാണ് വളർന്നത്. അപ്പോൾ ഈ മലയാളത്തിൽ ഇങ്ങനൊരു പടം ഉണ്ടാക്കിയതും അതിങ്ങനെ ഈ തിയേറ്റർ എക്സ്പീരിയൻസിൽ കാണുമ്പോഴുണ്ടുള്ളൊരു രോഞ്ചാമം ഉണ്ടല്ലോ. എല്ലാവരും പൃഥ്വിരാജിൻ്റെ വർക്കിനെ കുറിച്ചും ലാലേട്ടൻ്റെ പ്രസൻസിനെ കുറിച്ചും പറഞ്ഞു. പക്ഷേ എനിക്കിവിടെ പറയാൻ, ഞാൻ ഓരോ ഫ്രെയിമിലും ഞാൻ ശ്രദ്ധിച്ചത് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫിയാണ്. എന്ന് വെച്ചാൽ ഓരോ സീനിലും വളരെ ക്ലോസ് ഷോട്ടിൽ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഇമോഷൻസ് നമുക്കിങ്ങനെ അടുത്തിരുന്ന് കാണാൻ പറ്റും. ലാലേട്ടൻ്റെ ആ ഓരോ പ്രസൻസൊക്കെ ആ സ്ക്രീനിൽ നിറഞ്ഞു നിന്ന് കാണുമ്പോഴുണ്ടല്ലോ, ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി അമേസിങ് ജോബ്. സിനിമാറ്റോഗ്രാഫർ ആരാണ് ചെയ്തത്? സുജിത് വാസുദേവ് ഹാഡ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ലൈക്ക് ഇറ്റ് വാസ് അമേസിങ്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ ഡയറക്ഷൻ ആണെങ്കിലും ഇങ്ങനെ ലാലേട്ടർ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മളിൽ നിന്ന് എന്താണോ രാജ്യം പ്രതീക്ഷിക്കുന്നത് അതിങ്ങനെ ഊറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും ഒരു ഡ്രാക്കുളയെ പോലെയെന്ന്. എനിക്കങ്ങനെ തോന്നി. എന്ന് വെച്ചാൽ ഒരു അൺവാണ്ടഡ് സീൻസ് ഒന്നും ഇല്ല. എല്ലാ ഫ്രെയിമും വളരെ കൃത്യമായി പ്ലേസ് ചെയ്ത് ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസിനെ വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഓറ മാത്രമല്ല, എനിക്ക് മഞ്ജു ചേച്ചിയുടെ പ്രസൻസ് ആ സ്ക്രീനിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നല്ലൊരു പടം തന്നെയാണ്. ഞങ്ങൾ മാത്രമേ രണ്ടാമത്തെ ഡേ പോയി കാണുന്നു തോന്നും. ബട്ട് എനിവേ ഇറ്റ് വാസ് അമേസിങ് മൂവി. മലയാളത്തിൽ ഇങ്ങനൊരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാനും ഐ എം സോ പ്രൗഡ്. ഐ എം സോ പ്രൗഡ്. എന്തായാലും ഇതിവിടെ വെച്ച് നിർത്താം. ബാക്കി നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? കൊട എടുക്കാതെ പുറത്തിറങ്ങരുതെന്ന്. എവിടെയാ? മഴ മൊത്തം നനഞ്ഞ് നാളെ കിടപ്പിലാവുന്നത്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ച്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഏഷ്യൻ ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ജാപ്പനീസ് വേണോ, ചൈനീസ് വേണോ, കൊറിയൻ വേണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തപ്പിപ്പോയ സ്ഥലത്ത് ആ കോംപ്ലക്സ് മുഴുവൻ ഒരു ഏഷ്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്തളപ്പിത്തള തവളാജി എന്ന് പറഞ്ഞിട്ട് ഈ കൈ ചൂണ്ടിയ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. പാരഡൈസ് കൊറിയൻ റെസ്റ്റോറൻറ്റ്.
അവിടെ ഞങ്ങൾ മാത്രമായിരുന്നു ബ്രൗൺ ഇന്ത്യൻസ്, ബാക്കി എല്ലാവരും ഈസ്റ്റ് ഏഷ്യൻസ് ആയിരുന്നു. വായിക്കൊള്ളാൻ പറ്റാത്ത കുറേ പേരുകളുള്ള മെനുവുള്ള ഒരു ഇതായിരുന്നു. എന്താന്ന് പോലും നമുക്ക് ഓർഡർ ചെയ്യേണ്ട അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ സെർവറോട് ചോദിച്ചിട്ടൊക്കെയാ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത്. ആ വെൽക്കം ഡ്രിങ്കും എന്താന്ന് മനസ്സിലായില്ല. കഞ്ഞിവെള്ളവും ജീരകവെള്ളവും ഒക്കെ ചേർന്നൊരു ഒരു ഹോട്ട് ഡ്രിങ്ക്. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ കുടിച്ച് എന്തൊക്കെയാ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമാണ് ഇന്ത്യൻ. ഞാൻ അവർക്ക് ഒരു അവഗണന ഉണ്ടോ നമ്മളോട്? ഇത്രയും വെറൈറ്റി ഫുഡ് അവർക്ക് ഉണ്ടായിട്ടാണ് നമ്മൾ വെറും ന്യൂഡില് ഫ്രൈഡ് റൈസ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതല്ലെങ്കിലും ഇപ്പൊ വൈറ്റ്സ് പറയുകയാണെങ്കിൽ, ഓ ആർ യു ഇന്ത്യ, ഐ ഹാവ് ട്രൈഡ് ബട്ടർ ചിക്കൻ എന്ന് പറയും. അപ്പൊ ഞാൻ ഓക്കെ, ഞാനും ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറയും. സ്പൈസി സീ ഫുഡ് സൂപ്പ് വിത്ത് നൂഡിൽസ്. അല്ല, ഞാനിതെന്തായാലും പറയാം. വേറെ എന്തെങ്കിലും കൂടെ ട്രൈ ചെയ്യണോ? അറിയാം. ഇതിനെല്ലാം കൂടെ ട്രൈ ചെയ്യണത്. ഓക്കെ, Dak Galbi Ginseng. Dak Galbi Ginseng. Barbecue spicy chicken on hot plate rice. ഇതെനിക്ക് ഫ്രൈഡ് റൈസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് എനിക്കറിയേണ്ടത്. പറ്റുമായിരിക്കുമോ? പറ്റില്ലായിരിക്കും. വേണ്ട, കുഴപ്പമില്ല. ഫ്രൈഡ് റൈസ് ആയിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ വെറും ബോക്കം പാമ്പ് ഉണ്ട്. മീൽ കോംബോ ഒക്കെ ഉണ്ട്. ഇവര് നോക്കണം, മീനൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടാണ് കഴിക്കുന്നത്. ബോയിൽഡ് മാക്രൽ, ബ്രോയിൽഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? We're trying Korean for the very first time. രണ്ട് വായിക്കൊള്ളാൻ പറയാൻ പറ്റാത്ത രണ്ട് ഡിഷാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. തക്ക ഓർഡർ ചെയ്ത് സംതിങ് വിത്ത് നൂഡിൽ സൂപ്പ്. ഓക്കെ, നൂഡിൽസ് വിത്ത് ചിക്കൻ റൈസ്. ഓക്കെ, ഞാൻ ബാർബിക്യൂ മാരിനേറ്റഡ് ചിക്കൻ വിത്ത് സം സ്റ്റീം റൈസ്. ഞങ്ങൾ ചോദിച്ചൊരു ഓപ്ഷൻ സ്പൈസി ആയിട്ട് കുറച്ച് നല്ല ഫ്ലേവർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. പുള്ളിക്കാരൻ കുറെ സജസ്റ്റ് ചെയ്തു. ഇവിടുത്തെ സൂപ്പുകളൊക്കെയാണ് നല്ലതെന്ന് പറയുന്നു. പക്ഷെ അതിലിട്ടിരിക്കുന്ന മീറ്റ് നല്ലോണം വേവിച്ചിട്ടുണ്ടായില്ല. മീൻസ് ഒരു വി ഹാവ് ടു വർക്ക് ഓൺ ദ മീറ്റ്. സോ ആ ഒരു ഓപ്ഷൻ പോയില്ല. അപ്പം ഞാൻ വിചാരിച്ചു റൈസ് വിത്ത് സം മീറ്റ് ആൻഡ് ഹീസ് ഹാവിങ് എ നൂഡിൽസ് വിത്ത് സം മീറ്റ്. വളരെ നല്ലൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. എന്തായാലും ഭയങ്കര സ്പേഷ്യസ് ആണ്. ഏഷ്യൻസിന്റെ അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര തണുക്കുന്നു. ഓരോ ആൾക്കാരും ഡോറ് തുറന്ന് അകത്തോട്ടും പുറത്തോട്ടും വരുമ്പോഴും പോകുമ്പോഴും നമുക്ക് ഇവിടെ തണുപ്പ് തോന്നും. കാറ്റ്, പുറത്തുള്ള നല്ല കാറ്റുണ്ട്. നല്ലൊരു ചില്ലി വെതറാണ്. ഇതൊരു നല്ലൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. പുറകിൽ നല്ല സ്പേസ് ഉണ്ട്. അല്ല, ഈ ലെറ്റ്യൂസ് പോലെയുള്ള ഒരു സാധനത്തിൽ ഇങ്ങനെ മീറ്റ് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കഴിക്കില്ലേ, അതെ. അപ്പൊ എന്താ, മഞ്ഞ കളറിൽ പപ്പടം. അപ്പൊ എന്താ, ഇങ്ങനെ ഏഷ്യൻസിന് ഇങ്ങനെ ഫാമിലി ആയിട്ട് പുറത്തൊക്കെ പോയി അവർ കഴിക്കുന്നൊരു ഇത്. അപ്പം അതുപോലെ ഏഷ്യൻസ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അവര് അമേരിക്കൻസ് ആണ് എന്തെങ്കിലും ഹോട്ടലിൽ പോയി റെസ്റ്റോറൻറ്റിൽ ഫുഡ് നോക്കില്ലയോ, ആദ്യം രണ്ട് കോക്കോ, പോപ്പോ, പെപ്സിയോ, സ്പ്രൈറ്റ്, റൂട്ട് ബിയർ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്യും. പക്ഷെ ഇവരങ്ങനെയല്ല. ഹോട്ട് ടീ, അതെ, താങ്ക്സ്. ഹോട്ട് ടീ, ഹോട്ട് ഡ്രിങ്ക്സ്, ഹോട്ട് വാട്ടർ വിത്ത് ലെമൺ, അങ്ങനെയൊക്കെയാണ് ഇവരുടെ ചോയ്സ് ഓഫ് ഡ്രിങ്ക്സ് ഫോറെവർ. ഈ ടേബിളിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുഡ് ഇങ്ങനെ ചൂടായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കുടിക്കുന്ന വെള്ളം എന്ത് വെള്ളമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ജീരകത്തിൻ്റെ ഒരു ചെറിയ തോന്നുന്നു. തക്കു പറയുന്നത് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളമല്ല, എന്തോ ഒരു ഫ്ലേവേർഡ് വെള്ളം. ഡബർ ബാൻഡ് വേണം. ഞാൻ അവരോട് സ്റ്റാർട്ടറായിട്ട് അവർ നമുക്കൊരു ക്യാബേജും കുറച്ച് ലെറ്റ്യൂസും ആയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ഈ ചോപ്പ് സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കും.
1000 ഡ്രസ്സിംഗ് ആണോ? എപ്പോഴും ഒരു ഫുഡ് കഴിച്ചാൽ നമുക്ക് ശരിയാവില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇത്തവണ കൊറിയൻ ട്രൈ ചെയ്തു. ഒരു തവണ മെക്സിക്കൻ ട്രൈ ചെയ്തു, മെക്സിക്കനും ഇഷ്ടമായി. പൊതുവെ ഇന്ത്യൻസിന് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയിലുള്ള ഫുഡാണ് മെക്സിക്കൻ. ടർക്കിഷ് ഒരു തവണ ട്രൈ ചെയ്തു. ടർക്കിഷ് അടിപൊളിയായിരുന്നു അല്ലേ? ടർക്കിഷ് അടിപൊളിയായിരുന്നു. വലിയൊരു ബിഗ് ക്യുസീൻ. നമ്മൾ എന്തൊരു ഫാമിലി, എന്താ അതിന് പറയാ, നമ്മളൊരു പ്ലാറ്റർ പോലെ എന്തൊരു സാധനമാണ് ഓർഡർ ചെയ്തത്. ഇപ്പൊ കൊറിയൻ, പിന്നെ ചൈനീസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഒരു ചൈനീസ് അല്ല കേട്ടോ ഇവിടുത്തെ. നമ്മുടെ ചൈനീസ് ഫുഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻഡോ ചൈനീസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്ന ചൈനീസ്. ഫ്രൈഡ് റൈസ് ഒക്കെ അങ്ങനെയാണ്. പിന്നെ ഇത് തക്കു, മറ്റേ ഞാൻ തായ് ഫുഡ് ട്രൈ ചെയ്തു. തക്കു മറ്റേ ഈ ഇന്തോനേഷ്യൻ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടോ? മേ ബി എപ്പോഴെങ്കിലും നമുക്കത് ട്രൈ ചെയ്യാം. അതുണ്ട്. പിന്നെ ഞങ്ങൾ വാലന്റൈൻസ് ഡേക്ക് റിസർവേഷൻ ഒന്നും ഇല്ലാതെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചെന്നിട്ടുണ്ടായിരുന്നേ. ദ ആംബിയൻസ് വാസ് സോ ഗുഡ്. നമ്മളെ ഫ്രണ്ടിൽ നിന്ന് അകത്തൊന്നും കയറ്റില്ല. അവർ ചോദിച്ചു റിസർവ്ഡ് ആണോ, അപ്പോൾ അല്ലാന്ന് പറഞ്ഞു, ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോയി. പക്ഷെ ആ ആംബിയൻസ് കണ്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമായി. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞു എപ്പോഴും നമുക്ക് ഒരിക്കൽ നമ്മൾ ഇവിടെ തന്നെ എന്തായാലും വന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അതൊരിക്കൽ ട്രൈ ചെയ്യണം. നമ്മുടെ ടൗണിൽ തന്നെ ഒരു ചെറിയൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ ഒന്നുകൂടെ പോകണം. അവിടെ നല്ല റിവ്യൂ ആണെന്ന് പറയുന്നത് കേട്ടോ, അതിലൊന്ന് പോകണം. അപ്പം ഞങ്ങളിവിടെ വന്നിരിക്കുന്ന ഒരു വലിയൊരു കോംപ്ലക്സ് ആണ് ചുറ്റും, അതായത് ഒരു സ്ക്വയർ ഷേപ്പിൽ വലിയൊരു കോംപ്ലക്സ്. ഓരോ കതവിലും ഓരോ റെസ്റ്റോറൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തൊരു ചൈനീസ്, ഇവിടെ ഒരു കൊറിയൻ, അപ്പുറത്തൊരു ജാപ്പനീസ്, അങ്ങനെ മൊത്തം ഇതിന് ചുറ്റും. ഇവിടെ എന്താ ഈ സ്ഥലത്തിന് പർട്ടിക്കുലർ പേര് പറയണ അറിയില്ല. എനിക്കിവിടെ മുമ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ തന്നെയല്ലേ വന്നേ? ആണെന്ന് തോന്നുന്നു. നമ്മള് ഒരു ഇന്ത്യൻ ഫുഡ് ഏതോ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ നോക്കിയാൽ എല്ലാം കാണാൻ പറ്റുന്നില്ല, നല്ല ദൂരമായിട്ട് ഓരോ കോംപ്ലക്സ് ഇങ്ങനെ ഉണ്ട്. ഏതെങ്കിലും ആയിരിക്കും വന്നത്. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നുന്നില്ല, മുമ്പ് വന്ന പോലെ ഒരു ഫീലിംഗ്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതരം പ്രതിഭാസത്തെ കവർ ചെയ്യാൻ വേണ്ടി ഫോണും പിടിച്ചിരിക്കുവാണ്. അതായത് ഈ ടേബിളിൽ ഒരു ഇത്തിരി വെള്ളം നിൽപ്പുണ്ടായിരുന്നേ. അതുപോലെ ഈ ഗ്ലാസ് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ആണ്. അപ്പൊ ഒരറ്റത്തുനിന്ന് ആ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് അത് തനിയെ നീങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഞെട്ടി ആദ്യം 2 വട്ടം കണ്ടത്. അപ്പൊ അത് വീണ്ടും അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി രാഹുൽ അവിടെ ആ ഫോണും പിടിച്ചിരിക്കുകയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫോൺ എടുത്തപ്പോൾ അത് നീങ്ങുന്നില്ലായിരുന്നു. പറയൂ മിസ്റ്റർ രാഹുൽ. രാഹുലിനെയും കൂടെ വീഡിയോയിൽ കണ്ടതുകൊണ്ടാണല്ലോ ആരാധികമാരിങ്ങനെ ഓടി ഓടി വന്നത്. എന്തേ എനിക്ക് കുറച്ച് ഗ്ലാമർ കൂടിപ്പോയി കേട്ടല്ലോ അല്ലേ? ഇനി പറയൂ, ഇപ്പൊ പറഞ്ഞു നിർത്തി പറയൂ. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന എൻ്റെ ആരാധകർക്ക് ഇഷ്ടമല്ല. ഓക്കെ, ലെറ്റ് മീ ബി മൈസെൽഫ്. ഞാൻ സംസാരിച്ചോളാം. താങ്ക് യു. താങ്ക്സ്. അപ്പൻ്റെ മാത്രം വന്നുള്ളോ? ഇപ്പം എങ്ങനെ ഇപ്പം കഴിക്കുക? ഇതെന്തോ അതൊക്കെ എൻ്റെ സ്പൈസി ബാർബിക്യൂ ഫ്ലേവർഡ് ചിക്കൻ വന്നു. താങ്ക് യു. താങ്ക്സ്. എൻ്റെ സാധനം വന്നു. ഇത് തക്കൻ്റെ സാധനം. പിന്നെ എന്തൊക്കെ സൈഡ് ഡിഷുകളുണ്ട്. ഇതിനകത്ത് ക്യാരറ്റ്സ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, പൊട്ടാറ്റോസ് ഉണ്ട്, ക്യുക്കുംബർ ഉണ്ട്, ബെൽ പെപ്പർ ഉണ്ട്. ഇവരുടെ ഒരു ലീഫില്ലേ, ഇത് ലെമൺ ഗ്രാസ് ലീഫാണോ എന്തോ, അതുണ്ട്. എനിക്കുണ്ട് ഇത് മഷ്റൂം ആയിരിക്കും, അല്ലെങ്കിൽ മഷ്റൂം ആയിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സീ ഫുഡ് ആണെങ്കിൽ. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് കൂട്ടി ചോറ് തിന്നണം. നാക്ക് പൊള്ളി. അത് പൊള്ളിയോണ്ടാണല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞ ചൂടുണ്ടെന്ന്.
എൻ്റെ ഡിഷിൻ്റെ കൂടെ സ്റ്റീംഡ് റൈസാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു കറി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെക്കാൻ നോക്കി നടക്കുന്ന കാര്യമാണോ? പിന്നെ ഒരു നോട്ടം നോക്കിയായിരുന്നു. ഒരു മുട്ടക്കോപ്പടി നടന്നേ. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കറണ്ട് ഇല്ലല്ലോ. ഇപ്പം നമ്മൾ ആ ടൗണിലുള്ള പലരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, കറണ്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ. ഇവിടെ ഒരാള് ഏതൊരു ടോൾ ഫ്രീ നമ്പറിൽ കയറി വിളിച്ചു, എന്നിട്ട് വിളിച്ചിട്ട് സംസാരിച്ചത്. ടോൾ ഫ്രീ നമ്പർ അല്ല, പിന്നെ അതെന്ത് നമ്പറായിരുന്നു? ഇവിടെ നമ്പർ എന്നാണ് എഴുതിയിരുന്നത്. ഞാൻ അത് വിളിച്ചതിന്റെ കാരണം നമ്മളുടെ തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് ആണ് OPP ബിൽഡിംഗ്. എന്നാലും കറണ്ട് തിരിച്ചു വന്നോ? പോലീസിനെ വിളിച്ചു ചോദിക്കേണ്ട കാര്യം. കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ആവുമല്ലോ. നിങ്ങളിത് കേട്ടോ, നമ്മള് വീണ്ടും തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ. അപ്പൊ കറണ്ട് വന്നോ ഇല്ലല്ലോ ആര് വിളിച്ചു വെച്ചതൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് കറണ്ട് വന്നോ. അപ്പൊ പറയാം എന്താ പറഞ്ഞേ, ഇലക്ട്രിസിറ്റി ബോർഡ് വിളിച്ച് അന്വേഷിച്ചു. എന്താ കണക്കോട് എനിവേ വേറെ ഫുള്ളായി നമ്മൾ ഭക്ഷണം കഴിച്ചു. ഞാൻ ഓർഡർ ചെയ്ത സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഞാൻ ബില്ല് എടുത്ത് കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് ഞാൻ കഴിച്ചത് എന്താ സാധനം എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. തക്കുവിന്റെ ഒരു പന പോലെ ഒരു 2 പേരുണ്ട്, അതെന്താന്നറിയില്ല. ഷോർട്ട് ആയിരിക്കും. രായുമല്ല, റാമ്യൂൺ. മറ്റേ റാമനെ അവര് പറയണയാണ് രാഹുൽ ഓർഡർ ചെയ്തത് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ കുറച്ചുകൂടെ ഇവളുടെ ഒരു കറി പോലത്തെ ഒരു സാധനമാണ്, അതാണ് ഇഷ്ടപ്പെട്ടത്. അത് എന്റെ ട്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത് കുറച്ചുകൂടെ നന്നായിരുന്നു. അതായത് സ്പൈസി ബാർബിക്യൂ ചിക്കൻ എന്ന് വെച്ചാൽ പ്ലെയിൻ ബാർബിക്യൂ അല്ല കേട്ടോ, കുറച്ച് ചൈനീസ് കൊറിയൻ ഫ്ലേവർ ഉള്ള ഒരു ബാർബിക്യൂ. നന്നായിരുന്നു, നൈസ്, ഇഷ്ടപ്പെട്ടു. അയ്യോ അത് പറയാൻ വിട്ടുപോയി. ഇന്നാണെങ്കിൽ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ശരവണ ഭവനിൽ വെച്ചിട്ടാണെങ്കിലും തിയേറ്ററിൽ വെച്ചിട്ടാണെങ്കിലും എവിടെ പബ്ലിക് പ്ലേസിൽ പോയപ്പോഴും അറിയുന്ന 1-2 പേരെയൊക്കെ നമ്മൾ കണ്ടുപിട്ടി. വേറൊരു കാര്യം, ഞാൻ വാഷ്റൂമിലേക്ക് ഓടി ചെന്ന സമയത്ത് രാഹുലിന്റെ അടുത്ത് വന്ന് ആരോ സംസാരിച്ചിട്ടുണ്ട്, ഒരു മിസ് നീതു. അപ്പൊ എല്ലാവരും കണ്ട് സംസാരിച്ചതിലും വിഷ് ചെയ്തതിലും ഒക്കെ ഒരുപാട് താങ്ക്സ്. യു ഗൈസ് മേഡ് മൈ ഡേ. നല്ല ആളോട് പേരൊക്കെ പറഞ്ഞിട്ട് പോയത്. എന്നോട് സംസാരിച്ച അതെ, രാഹുലോട് വന്ന് സംസാരിച്ച ആള്. താങ്ക് യു സോ മച്ച്. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ എനിക്ക് ഒരുപാട് വിഷസ് വന്നു. ഒരുപാട് താങ്ക് യു. എന്താ പറയാ, ഒരു ചെറിയ ജേണി തുടങ്ങിയത് ഇവിടെ വരെയൊക്കെ എന്നെ കൊണ്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. വലിയൊരു മൈൽ സ്റ്റോൺ എത്തിയെന്ന് ഞാൻ പറയില്ല, പക്ഷെ സക്സസ് എന്ന് പറഞ്ഞ ഒരു എൻഡ് പോയിന്റ് ഇല്ലല്ലോ. ഓരോ ചെറിയ ചുവടുപടികളും നമുക്ക് സക്സസ് തന്നെയാണ്. അപ്പൊ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതിന്റെ എനിക്കൊരു കണ്ടന്റ് ഫീലിംഗ് ഉണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നത്തെ ഒരു ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. ഇത്രയും 10 ദിവസം എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്ന് സൂപ്പറൊക്കെ. രാഹുലിനും പ്രത്യേകം നന്ദി. സ്പെഷ്യൽ ഷൗട്ട് ഔട്ട്. ഇത്രയും ഇനി ബർത്ത്ഡേ ഒക്കെ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഇത്രയും നാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ വന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ബർത്ത്ഡേ എപ്പോഴും മാർച്ച് എൻഡിൽ വരുന്നോണ്ടേ സ്കൂൾ ആ സമയമാകുമ്പോൾ പൂട്ടും, അല്ലെങ്കിൽ പൂട്ടിയാൽ തന്നെയും ഇല്ലെങ്കിലും അമ്മ പറയും നമ്മള് ബർത്ത്ഡേ നാളൊക്കെയാണ് ആഘോഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും സ്കൂളിലൊക്കെ പോയി ഇങ്ങനെ ചോക്ലേറ്റ് കൊടുക്കുന്ന പരിപാടി എനിക്ക് പറ്റിയിട്ടില്ല. അതാണ് സത്യം. എനിക്ക് പറ്റിയിട്ടില്ല. എന്റെ എല്ലാ പിറന്നാളും ഞാൻ പഠിച്ച സെന്റ് തോമസ് സ്കൂളിലാണ്. എന്റെ പിറന്നാള് സെന്റ് തോമസ് ഡേ ആണ്. എല്ലാ പിറന്നാളും നൈസ്. വേറൊരു കാര്യം പറഞ്ഞ, രാഹുലിന്റെ ബർത്ത്ഡേ ഉണ്ടല്ലോ, എനിക്ക് ഹോളിവുഡിൽ ഒരാളോടെ ക്രഷ് തോന്നിയിട്ടുള്ളൂ.
അത് മിസ്റ്റർ ടോം ക്രൂസ് ആണ്. ടോം ക്രൂസിന്റെ ബർത്ത്ഡേയും കുറച്ച് ഹൈലി ടാലന്റഡ് ആയിട്ട് രാഹുലിന്റെ ബർത്ത്ഡേയും സെയിം ഡേയിലാണ്. അതിൽ എന്ത് മാജിക് ആണ് എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. ബട്ട് കോയിൻസിഡൻസ് അവർ രണ്ടുപേരും ജനിച്ചത് ഒരേ ദിവസമാണ്, ജൂലൈ 3rd. വർഷമല്ല എന്തായാലും. അയ്യോ, ടോം ക്രൂസിനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ എമ്പുരാൻ കാണാൻ പോയി. അങ്ങനെയൊന്നുമില്ല. പടത്തിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല. ഇതിനകത്ത് എന്താണ് ആൾക്കാർ നെഗറ്റിവിറ്റി എന്നൊന്നും പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ പോവുക. മലയാളം ഈ കൊച്ചു കേരളത്തിൽ, കൊച്ചു ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുപോലൊരു ബ്രഹ്മാണ്ഡ പടം എടുത്തു വെക്കാൻ പൃഥ്വിരാജ് പറഞ്ഞ പോലെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ പ്രൊഡ്യൂസേഴ്സും ഇത്രയും വലുപ്പത്തിലൊരു സ്വപ്നം കാണാൻ പറ്റിയത് പൃഥ്വിരാജിനും, ആ പടത്തില് സ്റ്റേജ് പ്രസൻസ് കാരണം മൊത്തം നമ്മളെ കിടിലം കൊള്ളിച്ച് ലാലേട്ടൻ കൈകൊടുത്ത എല്ലാ ടെക്നീഷ്യൻസും എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ടെക്നിക്കൽ സൈഡ് ഇസ് അമേസിങ്. അതുപോലെ സിനിമാറ്റോഗ്രാഫി, ഓരോ ഫ്രെയിമും ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ്. എസ്പെഷ്യലി എടുത്തു പറയേണ്ട സിനിമ തുടങ്ങുന്ന ഫസ്റ്റ് ഷോട്ട്. അത് ആ ഷോട്ട് ടൈറ്റിൽ എഴുതി കാണിക്കും മുമ്പുള്ള ഫസ്റ്റ് 2 ഷോട്ട് അവിടെ നമുക്കൊരു ഗുമ്മ് കിട്ടിയാറോ. ആ ഷോട്ട് ആക്ച്വലി സിനിമയുടെ പല ഭാഗങ്ങളിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് എവർ, സിനിമ അടിപൊളിയാണ്. നിങ്ങള് ലാലേട്ടന്റെ മറ്റേ കൾട്ട് ഫ്യൂഡൽ ലോഡിനെയും ഒക്കെ പ്രതീക്ഷിച്ച് പോകരുത്. അങ്ങനെയൊന്നും അല്ല. ക്ലൈമാക്സിലെ ഫൈറ്റ് സ്റ്റണ്ട്, അതെ, ഫൈറ്റും ഇങ്ങനെ ആൾക്കാർ പറക്കുന്നതും ഓടുന്നതും ചാടുന്നതും അല്ല, വളരെ ബ്രില്യന്റ് ആയിട്ട് വളരെ പെർഫെക്ഷനോടുകൂടെ തന്നെ പൃഥ്വിരാജ് അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കൈയടിക്കാൻ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്, ഒരുപാട് മൊമെന്റ്സ്. ലാലേട്ടന്റെ ഒരു എൻട്രി മാത്രമല്ല, കാരണം ഇത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട്. നമ്മളെ തിയേറ്ററിലെ ഓഡിയൻസ് പോരാ. ഞാൻ ഒറ്റയ്ക്ക് വിസിലടിക്കേണ്ടി വന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് വിസിലടിച്ച് കൈയടിച്ച് എനിക്ക് ഭയങ്കര എനിക്ക് നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഇവിടുത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് അത്ര കൊള്ളത്തില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് സൗണ്ട് വൈസ് ഒന്നുമല്ല, എനിക്ക് ഓഡിയൻസ് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം മറ്റേ വലിച്ചു കേട്ട് എനിക്ക് പറ്റൂല. കൈയടിക്കേണ്ട സമയത്ത് കൈയടിക്കണം, കീറി വിളിക്കേണ്ട സമയത്ത് കീറി വിളിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈ പടത്തിൽ മാത്രം ആരും അങ്ങനെ ക്യാമറ എടുത്ത് വെച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ എടുത്തു, അത് എന്നെ ഫേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ആണ്. വേറെ ആരും അങ്ങനെയൊന്നും എടുത്തില്ല. ഭയങ്കര പടം കഴിഞ്ഞിട്ട് അതിന്റെ ക്രെഡിറ്റ്സ് എഴുതി കഴിയുന്ന അതിന്റെ അവസാന നിമിഷം വരെ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്തു. അതൊക്കെ ആദ്യമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ ടെക്നിക്കൽ സൈഡ് ഒരു രക്ഷയില്ല. നമ്മളുടെ ചെറിയൊരു മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും കഴിവുള്ള ആൾക്കാരുണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും. വാസ് ക്വൈറ്റ് ആൻ എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് ലാലേട്ടന്റെ ഇതുപോലൊരു പടം, വാട്ട് എ കം ബാക്ക്. രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. മഞ്ജു ചേച്ചിയുടെയും പല അപ്പിയറൻസും പ്രസൻസും ഒക്കെ നമ്മൾക്ക് നല്ല രീതിയിലൊരു വൈബ് തരുന്നുണ്ട്. സോ വാട്ട് എവർ, ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ രാവിലെ ഇറങ്ങി, രാവിലത്തെ സീൻ കുറച്ച് വെതർ ടഫായിരുന്നെങ്കിലും ശരവണ പോയി വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. എമ്പുരാന് വന്ന് കണ്ടു, അത് അടിപൊളിയായിരുന്നു. ഇന്നിപ്പോ ഒരു കൊറിയൻ ക്യുസീനോടുകൂടെ ഡിന്നറും കഴിച്ച് നമ്മൾ ഇനി വീട്ടിലേക്കാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഞങ്ങളെ സൂക്ഷിച്ച് പോകണം. എൻ്റെ ഡിവൈസുകളൊക്കെ ചാർജ് കമ്മിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാന്ന്. എൻ്റെ ഈ ജേണിയിൽ എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. നിങ്ങളുടെ ഓരോരോ ലൈക്കും ഓരോ കമന്റും ഓരോ ഷെയറും ഒക്കെ എനിക്ക് വിലപ്പെട്ടതാണ്. ഒരു മനുഷ്യനിലും മറ്റൊരു മനുഷ്യനെ കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ടൈമാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ ഒരു 60 സെക്കൻഡ്സ് മാറ്റി വെച്ച് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫേർട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് അതിന് നല്ല രീതിയിലൊരു കണ്ടന്റ് നിങ്ങൾക്ക് തരാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ഞാൻ ഇനിയും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം. Thank you so much for joining this journey. Thank you so much for all the warm wishes. Giving you a big hug. Love you guys. See you in my another video. Till then, signing off, Ashwini and Rahul. Bye.